പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും ഒക്കെ ഇന്നലെ വെളുപ്പാങ്കാലത്ത് 3:30 മണിക്ക് കേരളത്തിലേക്ക് പോയി. അവരൊക്കെ അവരുടെ മണ്ഡലത്തിൽ പര്യടനവും പ്രചരണവും ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായി CEC ഫൈനലൈസ് ചെയ്ത ഒരു ലിസ്റ്റിൽ ഇനി മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രോസസ്സുകൾ വേണ്ടിവരും. അപ്പോൾ സ്വാഭാവികമായി കേരളത്തിലെ നേതാക്കന്മാർ ഇവിടെ തിരിച്ചു വരികയോ അല്ലെങ്കിൽ അവരുടെ കൺസെൻറ്റ് മേടിക്കുകയോ ഒക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനുള്ള സാധ്യത വളരെ കാലത്തെ പാരമ്പര്യമുള്ള ഒരാളെന്ന നിലയ്ക്ക് അതിനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. ഇനിയിപ്പോൾ രാഷ്ട്രീയം സാധ്യതകളുടെ ഒരു കലയായതുകൊണ്ട് എന്തും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. പക്ഷേ എന്തെങ്കിലും സംഭവിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇപ്പോൾ ഓരോ ചാനലുകൾ ഓരോ വാർത്തകൾ കൊടുക്കുന്നുണ്ട്. ആ വാർത്തകളൊക്കെ വെറും അഭ്യൂഹം മാത്രമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഈ അഭ്യൂഹം എന്ന് പറയുന്നത് കെ സുധാകരന്റെ സ്ഥാനാർത്ഥിത്വമാണോ? അല്ല, ഞാൻ പറഞ്ഞത് CEC പാസ്സാക്കിയ ലിസ്റ്റ് ഞങ്ങൾ ആരും കണ്ടിട്ടില്ലല്ലോ. നിങ്ങൾക്കും അതിനെക്കുറിച്ച് ഒരു വിവരവുമില്ല. അപ്പോൾ സ്വാഭാവികമായി CEC ഒരു ലിസ്റ്റ് പാസ്സാക്കി ആ യോഗത്തിൽ പങ്കെടുത്ത ആളുകൾ കേരളത്തിലേക്ക് മടങ്ങിപ്പോയതിനു ശേഷം ആ ലിസ്റ്റ് റിവോക്ക് ചെയ്യണമെങ്കിലോ റീഓപ്പൺ ചെയ്യണമെങ്കിലോ അവരുടെയും കൂടെ ഒരു പെർമിഷൻ വേണ്ടി വരില്ലേ? അപ്പോൾ അതൊരു സ്വാഭാവികമായ പ്രക്രിയയുടെ ഭാഗമാണ്. അതുകൊണ്ട് ഞാൻ അതിനുള്ള സാധ്യതകൾ കാണുന്നില്ല. ഇനി എന്തെങ്കിലും സാധ്യത നിങ്ങൾ കാണുന്നെങ്കിൽ ഞാൻ അതിനെ എതിർക്കുന്നുമില്ല. എംപിമാർ മത്സരിക്കേണ്ടത് എന്നുള്ളത് തന്നെയായിരുന്നല്ലോ ആദ്യം മുതലുള്ള അങ്ങയുടെ അഭിപ്രായം. എംപിമാർ മത്സരിക്കേണ്ടത് എന്നുള്ളത് തന്നെയാണല്ലോ. അപ്പോൾ സുധാകരന് മാത്രമായ ഒരു ഇളവ് നൽകുകയാണ്. കെ സുധാകരനുമായി അടുത്ത വൃത്തങ്ങൾ പറഞ്ഞത് വാർത്താ സമ്മേളനം നടത്തും, പാർട്ടി വിടും, ഒരുപക്ഷെ ഒരു സ്വതന്ത്ര പാർട്ടി രൂപീകരിക്കും, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അദ്ദേഹവുമായി അടുപ്പമുള്ള വൃത്തങ്ങൾ പറഞ്ഞിരുന്നു മാധ്യമങ്ങളോട്. ഇത് നുണയല്ല, ഇത് ഞങ്ങൾ ഉണ്ടാക്കിയ വാർത്തയല്ലേ? അല്ലല്ല, ഞാൻ പറഞ്ഞല്ലോ ഇതിനകത്തൊക്കെ അന്തിമമായ തീരുമാനമെടുക്കേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. കോൺഗ്രസിന്റെ പരമോന്നതനായ നേതാവെന്ന് പറയുന്ന കോൺഗ്രസ് പ്രസിഡന്റാണ്. അദ്ദേഹത്തിന്റെ മുമ്പിലിരിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച് എന്തെങ്കിലും ആധികാരിക പറയാൻ ഞാൻ ആളല്ല. അതുകൊണ്ട് കോൺഗ്രസ് പ്രസിഡന്റിന് എന്ത് തീരുമാനം എടുക്കാനുള്ള അധികാരം അദ്ദേഹത്തിൽ നിക്ഷിപ്തമാണ്. ആ അധികാരം അദ്ദേഹം എങ്ങനെ വിനിയോഗിക്കുമെന്ന് അദ്ദേഹത്തിന്റെ മനസ്സ് പെനട്രേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്ന വിദ്യയൊന്നും എന്റെ കയ്യിലില്ല. ഒരു എംപിക്ക് മാത്രമായി ഇളവുണ്ടാകുമെന്ന് കരുതുന്നുണ്ടോ? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.